വാക് സാമർഥ്യത്തോടെ സംസാരിച്ച് തങ്ങളുടെ ആശയങ്ങളാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ചിലപ്പോൾ നാം സംസാരിച്ചു വരുമ്പോൾ നമ്മൾ സംസാരിച്ചതൊന്നും ഒരിടത്തും എത്തിച്ചേരാതെ മറ്റവരുടെ സാമർഥ്യം അവർ സ്ഥാപിച്ച് അവരുടെ ശരികൾ നമ്മളുടെ മുമ്പിൽ നിരത്തി വയ്ക്കുകയും നാം അവസാനം മിണ്ടാതെ പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മോശ ദൈവജനത്തോട് പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. അപ്പോൾ മിണ്ടാതിരിക്കുന്നതും ഒരു സാമർഥ്യമാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതിനേക്കാൾ സംസാരിക്കുന്നതാണ് സാമർഥ്യം എന്ന് നാം ധരിക്കരുത്. മിണ്ടാതിരിക്കുന്ന സാമർഥ്യം എന്തുകൊണ്ടാണ് എന്ന് ആ 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ദൈവം ചെയ്യാനുള്ള രക്ഷ കാണണമെങ്കിൽ നാം മിണ്ടാതെ ഇരിക്കണം. കാരണം നമ്മുടെ ശത്രു വലിയ ശക്തനാണ്. നമ്മൾ സംസാരിച്ച് നമ്മൾ വിജയിക്കുന്നു എന്ന് കരുതുമ്പോൾ നമ്മുടെ ശത്രു സന്തോഷിക്കുകയാണ്. എന്നാൽ നാം മിണ്ടാതിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമ്പോൾ യഹോവ നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമുള്ള അത്ഭുതമേറിയ രക്ഷ ആയിരിക്കും. മോശ എന്നോട് ചേർന്ന് പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ എല്ലാ യുദ്ധങ്ങളും ചെയ്ത് നമ്മളെ ജയിപ്പിക്കുന്നത് ദൈവമാണെന്ന് നാം മറന്നു പോകരുത്. യുദ്ധം എന്നുദ്ദേശിക്കുന്നത് വലിയ യുദ്ധങ്ങൾ നാം കേൾക്കുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. കുടുംബത്തിൻ്റെ അകത്ത് ചിലപ്പോഴൊക്കെ യുദ്ധങ്ങൾ നടക്കും, തർക്കങ്ങൾ നടക്കും, വാദങ്ങൾ നടക്കും, സ്വസ്ഥത നഷ്ടപ്പെടും. അതിനു പകരമായി നാം സംസാരിക്കാതിരുന്നാൽ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും പൊതു ശത്രു എന്നുള്ളത് സാത്താനാണ്. അവനറിയാം നമ്മളുടെ ബലഹീനതകൾ. ആ ബലഹീനതകളിൽ നമ്മൾക്ക് തുണ നിൽക്കുന്ന കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവൻ പദ്ധതിയിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നാം ജയിക്കണമെങ്കിൽ നാം മിണ്ടാതിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മിണ്ടാതിരിക്കാൻ ശ്രമിച്ചു നോക്കാം. അതിലൂടെ സാത്താൻ പരാജയപ്പെടുകയും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വിജയം ലഭിക്കുകയും നമ്മുടെ യുദ്ധങ്ങളിൽ യഹോവ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.